ഹായ് ഹലോ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്ന് കാണുമ്പോൾ വേദ അത് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം ശ്രീചേച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രീചേച്ചി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയാണ്. എന്താ എന്താ സർപ്രൈസ് എന്ന് പറയുമ്പോൾ അതൊക്കെയുണ്ട്, എവിടെ വിശ്വേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട്. വിശ്വേട്ടൻ റൂമിൽ തന്നെയായിരിക്കും. ഈ സമയം വേദ ചോദിക്കും വിശ്വേട്ടൻ്റെ അടുത്ത് ചെന്ന്, അല്ല ഏട്ടനോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ എന്ന് ചോദിക്കും. എന്താ കാര്യം? ഈ മടിയൊക്കെ മാറ്റിയിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അതിന് എനിക്കാരും ജോലി തരുന്നില്ലല്ലോ, അതുകൊണ്ടാ ജോലി തരാത്തേ? വിശ്വേട്ടന് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ? നമ്മുടെ കാശ് കൊണ്ട് എന്തെല്ലാം വാങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. നമ്മൾ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു കാശ് ചിലവാക്കുമ്പോഴും നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. വിശ്വേട്ടൻ, ഞാൻ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യാമോ എന്ന് ചോദിക്കാണ്. അതിനെന്താ, മോൾക്കിപ്പോൾ എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വിഷയം പറയുന്നുണ്ട്. അത് പിന്നെ ആ കടയിൽ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വരണം എന്ന് പറയാട്ടോ, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങാണ് വിഷൻ. അങ്ങനെ വിഷൻ്റെ കയ്യിൽ പണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷൻ അവൾ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ വേദ അതെല്ലാം നോക്കുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ഞാൻ പറഞ്ഞത് ഒന്നും എഴുതാതെ പോലും അത്രയും ഓർമ്മ വെച്ച് ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടല്ലോ. അപ്പോൾ വിഷേട്ടൻ ഞാൻ കരുതിയ പോലെയല്ല, ഓർമ്മശക്തിയൊക്കെ നന്നായിട്ടുണ്ട്. എന്തായാലും വിഷേട്ടൻ പോയതല്ലേ, ഇതാ വിഷേട്ടന് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നതിന് കൂലി എന്ന് പറഞ്ഞ് അവൾ കുറച്ച് രൂപ കൊടുക്കുന്നുണ്ടാവും. ഈ സമയം വിഷന് വല്ലാത്ത സന്തോഷം. എന്താ മോളെ? അയ്യോ അതൊന്നും വേണ്ട കുട്ടി എന്ന് ശ്രീജ പറയുന്നുണ്ട്. ശ്രീജേച്ചി, ഇത് നാണക്കേടായിട്ട് തോന്നേണ്ട. വിഷേട്ടന് ആദ്യമായിട്ട് ഒരു ജോലി ചെയ്ത് അതിൻ്റെ ഒരു ശമ്പളമായിട്ട് കണ്ടാൽ മതി. ഇനി വിഷേട്ടൻ നാളെ മുതൽ മറ്റൊരു ജോലിക്ക് പോകണം എന്ന് അവൾ പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടെ നോക്കോട്ടാ. അപ്പോൾ വീണ്ടും വിഷൻ ചോദിക്കും, എന്താ മോളെ നാളെയും ഷോപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിക്കണം. നാളെ ഒരു ഷോപ്പിംഗ് അല്ല, പക്ഷേ വിഷേട്ടൻ്റെ ടാലൻറ്റും ബയോഡേറ്റയ്ക്ക് കൊടുത്തപ്പോൾ എനിക്കൊരു കമ്പനിയിൽ ജോലിക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ വിഷേട്ടൻ ആ കമ്പനിയിൽ ജോലിക്ക് പോകണം. എന്താ സമ്മതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ സമ്മതാണെന്ന് വിഷയും ശ്രീജയും ഒരുമിച്ച് പറയാട്ടോ. വിഷേട്ടൻ്റെ ഈ ഒരു മടിയും ഈ കോൺഫിഡൻസ് ഒക്കെ ഇല്ലായ്മ മാറാനാണ് ഞാനിപ്പോൾ വിഷേട്ടനെ ആ ഒരു കടയിലേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് വിഷേട്ടൻ്റെ കയ്യിൽ ഇപ്പോൾ സ്വന്തമായിട്ട് കാശുണ്ടായപ്പോൾ വിഷേട്ടന് അതൊരു അഭിമാനമല്ലേ, മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കുമ്പോൾ അതിനൊരു അർത്ഥമുള്ളൂ എന്നൊക്കെ അവൾ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നുണ്ടോ. ഇത് കേട്ടതൊക്കെ വിഷയന് വല്ലാതെ കോൺഫിഡൻസ് വന്നു. രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രീജ അയാളെ വിളിക്കുന്നുണ്ട്. ഒടുവിൽ അയാൾ മാറ്റി ഒരുങ്ങി ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറയാണ്. മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കും, വേദയാണ് അവനക്ക് ജോലി കൊടുത്ത് അവനക്ക് ജോലി റെഡിയാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷിന് വേദയോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല. അവളോടുള്ള ആ ഒരു സിമ്പതി പുറത്ത് കാണിച്ചാൽ ഇപ്പം അത് ശരിയാവില്ലെന്ന് മാഷിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ മാഷി ആ ഈ ജോലി നിലനിന്നാലായി എന്നും പറഞ്ഞ് പുച്ഛത്തോടു കൂടെ അകത്തേക്ക് പോവാ. വിഷേട്ടൻ്റെ അടുത്തേക്ക് വന്ന് വേദ കേട്ടില്ല, അച്ഛനും പേരെ പുച്ഛമാണ്. വിഷേട്ടൻ അവരുടെ എല്ലാവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം. ഈ ജോലി പൂർത്തിയാക്കി ഭാര്യയെ നന്നായിട്ട് നോക്കുമെന്നും കുടുംബം നന്നായിട്ട് നോക്കുമെന്നും ഒരു പ്രതിജ്ഞ വിഷേട്ടൻ്റെ ഉള്ളിലുണ്ടായാൽ മതി. ഐശ്വര്യമായിട്ട് ജോലിക്ക് പോയി വരൂ എന്ന് വേദ പറയുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വിഷൻ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. അന്ന് മുതൽ എന്നും വിഷൻ ജോലിക്ക് പോയി തുടങ്ങുന്നുണ്ട്. ശ്രീജയ്ക്കും വളരെ സന്തോഷമാണ്. അങ്ങനെ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ വിഷൻ വേദയോട് പറയുന്നുണ്ട്, നീ കാരണം എനിക്ക് ജോലി കിട്ടിയത്, ഞാനിപ്പോൾ ഈ ഒരു മടിയെല്ലാം മാറ്റി ജോലിക്ക് പോകാൻ തുടങ്ങിയത് വേദമോള് കാരണം. ഇതാ എൻ്റെ സാലറിയിൽ നിന്ന് നല്ലൊരു സാരി മോൾക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾക്കൊരു സാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദ സന്തോഷപൂർവ്വം ആ സമ്മാനം സ്വീകരിച്ചതിന് ശേഷം ചോദിക്കും, അല്ല എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ, ഭാര്യയ്ക്കൊന്നും വാങ്ങിയില്ലേ? ആദ്യ ശമ്പളം കിട്ടുമ്പോൾ ഭാര്യയ്ക്കല്ലേ കൊടുക്കുന്നത്? ആ ശ്രീജക്കും വാങ്ങിയിട്ടുണ്ട്, പിന്നെ അമ്മയ്ക്കും, പിന്നെ അച്ഛനും മുണ്ടും ഷർട്ടും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റു കവറുകളെല്ലാം എടുക്കാൻ കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ്റെ ആ ഒരു സന്തോഷം അവൻ ആ ജോലിക്ക് പോകുക കാണുമ്പോൾ തന്നെ മാഷിന് വല്ലാത്ത ആശ്വാസമായിരിക്കും. അങ്ങനെ വിഷൻ ജോലിക്ക് പോയി തുടങ്ങിയതോടുകൂടെ മാഷിൻ്റെ വീട്ടിലെ ഭാരമൊക്കെ കുറഞ്ഞുണ്ടോ. വിഷൻ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ മാഷിന് വേദയോടുള്ള ആ ഒരു അകൽച്ചയ്ക്ക് മാറി അവൾ എല്ലാവരെയും നന്നാക്കിയെടുക്കുമെന്ന ഒരു ധാരണ ഇപ്പം മാഷിനുണ്ട്. അവൾ വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്തായാലും നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഇത്രയും കാലം മടി പിടിച്ച് നിന്ന ഈ വിഷനെയാണ് നീ മാറ്റിയെടുത്ത് ഇപ്പോൾ ജോലിക്ക് പറഞ്ഞു വിട്ടത്. മോളെ നിന്നോട് എനിക്ക് നന്ദിയും കടപ്പാടൊക്കെ കൂടിക്കൂടി വരികയാണ്. പക്ഷേ നിന്നെ ഒരിക്കലും ഞാൻ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ മാഷ വിടുന്ന് പോകുന്നുണ്ട്. തനിക്കത് മാത്രം മതിയെന്ന് ആ സമയം വേദ ചിന്തിക്കാൻ കേട്ടോ. കിടിലൻ എപ്പിസോഡ് തന്നെയാണ്. ശ്രീജയുടെ ജീവിതം മാറി മറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇത്.